ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയല്ലേ വിശേഷം? അപ്പോൾ ഈ കഴിഞ്ഞൊരു ദിവസം ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ നമ്മുടെ എന്താ പറയുക, ജൂലൈ 30 ദുരന്തം നടന്ന യഥാർത്ഥ സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. ദുരന്തം പിടിച്ചു കുലുക്കിയ ഒരു നാടാണത്, എല്ലാവർക്കും അറിയാം. അപ്പം അവിടെ എന്താണ് എന്നുള്ളത് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ മുണ്ടക്കായിലേക്ക് പോവുകയാണ്. നിങ്ങൾ നോക്കുക, എന്ത് നല്ല പ്രകൃതി അനുഗ്രഹിച്ച സ്ഥലമാണെന്ന്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യാം. അപ്പോഴേ ആ ദുരന്തം നടത്തിയ ആഘാതം നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. കാരണം ഇത് കുറേ മുന്നേ എൻ്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് കിട്ടാനും കുറച്ച് വൈകിപ്പോയി. ഉമ്മച്ചിൻ്റെ ഫോണിലാണ് എടുത്തത്. അപ്പം എൻ്റെ അടുത്ത് കിട്ടാനും കുറച്ച് വൈകിപ്പോയി. പിന്നെ അത് കണ്ടപ്പോൾ എൻ്റെ മാനസികാവസ്ഥ പറ്റേ ഒരു ഡൗൺ ആയിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കയ്യിലിരിക്കുമ്പോൾ അത് ഇടാതിരിക്കാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നൊരു വീഡിയോ കൂടിയാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഇങ്ങനൊരു എന്താ പറയുക കാഴ്ച കണ്ടിട്ടില്ല. ഞാൻ ഒരു വലിയ കല്ലൊക്കെ വന്നിട്ട് നിൽക്കുന്നത്, ഒരു പള്ളീൻ്റെ മുൻപിൽ നിൽക്കുന്നത് ന്യൂസിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അവരിതിൻ്റെ ന്യൂസിൻ്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവുമല്ലോ നമുക്ക്. ഇത്രത്തോളം വലിയൊരു കല്ലാണ് നിൽക്കുന്നത് എന്നൊക്കെ അവർ കാണിച്ചു തന്നതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നുമല്ല, അതൊക്കെ അതിൽ നേരിട്ട് കാണാം. വല്ലാത്തൊരു, അതിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാർ തീർത്തും മെറാക്കിൾ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ആ രീതി അയക്കണ ആ ഒരു പ്രദേശം മുഴുവൻ. ആ പള്ളിയിൽ നിൽക്കുന്ന ഉസ്താദൊക്കെ എങ്ങനെ മരിച്ചു? ആ പള്ളി ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ ആ പള്ളിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. അത് ശരിക്കും പോയി കണ്ടപ്പം ശരിക്കും മനസ്സെവിടേക്കോ പോയൊരു ദിവസമായിരുന്നു അത്. എന്തായാലും ഞാനും ഉമ്മച്ചിയും നാത്തൂനും എൻ്റെ അമ്മോനും കുടുംബവും എല്ലാവരും തറവാട്ടിൽ പോയപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ആൾക്കാർ ജീപ്പിൽ അങ്ങോട്ട് പോയി, കുറച്ച് ഞാനും അമ്മോൻ്റെ വണ്ടിയിൽ കാറിൽ അങ്ങോട്ട് പോയി. കാരണം ജീപ്പിൽ കയറാൻ കുറച്ച് പ്രയാസമാണ്. കണ്ടോ ആ പാറക്കല്ലുകളൊക്കെ കണ്ടോ? അതുപോലെ പ്രകൃതി അനുഗ്രഹിച്ചൊരു സ്ഥലം കൂടിയാണ്. എന്ത് ഭംഗിയാന്ന് നോക്കുക വെറുതെ യാത്ര ചെയ്യാൻ. പക്ഷെ അവിടെ എത്തിയപ്പോൾ ആ ഭംഗിയും അത്രയും ആൾക്കാർ ജീവിച്ച പ്രദേശവും എല്ലാം കൂടി കണ്ടപ്പോൾ എന്തോ ഒരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ മാറി. എൻ്റെ മെമ്മറി കൂടെ അപ്പോൾ ഓടിയത് ഈ വാർത്തയിൽ കാണിച്ച ആ ഒരവസ്ഥയാണ്, വാർത്തയിൽ പറഞ്ഞതൊക്കെയാണ് ഓടിയത്. കാരണം ആ ഒരു കല്ലൊക്കെ കാണുമ്പോൾ ശരീരങ്ങൾ അവിടെ ഉണ്ടാകുമോ, അതിൻ്റെ ഉള്ളിലുണ്ടാകുമോ എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. ഒരു പുഴയൊക്കെ കാണണം, അത് പുഴയാണെന്ന് പറയൂല, അങ്ങനെ ആയിരിക്കണം. അതൊക്കെ ഉണ്ട് ഇതിനകത്ത്. പറ്റുന്ന തരത്തിൽ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു, ഒരു അമ്പലം ഉണ്ടായിരുന്നു, ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ സ്ഥലം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു പ്രദേശത്തെ തുടച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് തുടച്ചെടുത്ത് കൊണ്ടുപോയതാണ്. എന്തോ ഒരു പടച്ചവൻ്റെ കാരുണ്യം കൊണ്ടാണ് നമ്മുടെ വീടുകളിലേക്കൊന്നും അത് എത്താഞ്ഞത്, തറവാട് വീട്ടിലൊന്നും എത്താഞ്ഞത്. ഒരു എന്താ പറയുക, കുറേയൊക്കെ അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ എല്ലാവരും അതിൽ പെട്ടുപോയിരുന്നു എന്നാണ് അതിൻ്റെ ഒരവസ്ഥ കണ്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും പോകാൻ നല്ല രീതിയിൽ പോയി. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ ആണ് ചിന്തകളിൽ വന്നത്. വലിയ പാറക്കല്ല്, എത്ര ആൾക്കാർ താമസിച്ച സ്ഥലം, എത്ര ആളുകൾ എന്താ പറയുക ജീവന് വേണ്ടി ഓടിക്കയറിയിട്ടുണ്ടാകും, ഏതൊക്കെ രീതിയിൽ രക്ഷപ്പെടാൻ നോക്കിയിട്ടുണ്ടാകും പ്രകൃതിൻ്റെ ദുരന്തത്തിൽ നിന്നുള്ളതൊക്കെ മൈൻഡിലേക്ക് വരണേ. ഇതിന് മുൻപ് ഞാൻ അവിടെ പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഓർമ്മ എനിക്ക്. അവിടെ അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഒരു സ്കൂളും കാര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനത് കാറിലിരിക്കുകയാണ്, ഞാൻ കാറിൽ പുറത്തിറങ്ങിയിട്ടില്ല. എനിക്കിതൊക്കെ എടുത്തന്നത് ഉമ്മച്ചി അമ്മോനൊക്കെയാണ് എടുത്തത്. അപ്പം അവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അത് പുഴയാണ് കേട്ടോ കാണുന്നത്. ആ കല്ല് കണ്ടാലേ അറിയുള്ളൂ അത് പുഴയാണെന്ന്. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത്. അപ്പം എന്താ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് അറിയാം, ഇതിനെ തുടർന്ന് ഒരുപാട് ആൾക്കാർ ഈ ദുരന്തത്തിൽ വീട് പോയവർ ഇങ്ങനെ കിടന്നിട്ട് കച്ചറ ഉണ്ടാക്കുന്നുണ്ട്. ചിലർ കേട്ടോ, എല്ലാവരും പറയില്ല. ഞാൻ വാർത്തയിൽ കാണുന്നതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുള്ള വിഷമം
ആലോചിക്കുമ്പോൾ അവർ ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് അറിയോ? ഇത്രയും ദുരന്തത്തിൽ നിങ്ങളെ ജീവൻ കിട്ടിക്കണമെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലവും കാര്യമൊക്കെ ഉണ്ടാവും. നമ്മളെ ജീവനോടെ പഠിച്ചവൻ അവിടുന്ന് രക്ഷപ്പെടുത്തിക്കണമെങ്കിൽ അതുണ്ടാകും. കാണുന്നുണ്ടോ ആ പള്ളി എന്നറിയില്ല കേട്ടോ. പള്ളി വ്യക്തമായിട്ട് കാണിച്ചു തരാതാ. പള്ളി ഇപ്പോൾ കാണാം. ആ പള്ളീൻ്റെ ഉള്ളിൽ ഹത്തീബ് മരിച്ചു പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. അങ്ങനെയാണ് ആ പള്ളി അങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും അറിയണില്ല. പിന്നെ പക്ഷെ പള്ളീൻ്റെ മുൻഭാഗമൊക്കെ ഒരു പാറക്കല്ല് വന്ന് അടിച്ചിട്ട് 2 ആനകൾ നിന്നെടുത്താൽ കൂടി ആ പാറക്കല്ല് നമുക്ക് കിട്ടൂല, പൊക്കാൻ പറ്റില്ല. അങ്ങനത്തെ പാറക്കല്ലാണ് അവിടെ വന്നിട്ട് അടിച്ച് പോയിക്കണത്. എന്താ അയക്കണ പള്ളീൻ്റെ ശരിക്കും മുൻഭാഗമൊക്കെ മുന്നും പുറകും കൂടി ശരിക്കും കാണണം, എന്നാലാണ് അത് അറിയണുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ. എന്ത് ഭംഗിയുള്ള സ്ഥലം, ഒരു രാത്രിയും കൊണ്ട് പടച്ച റബ്ബ് അങ്ങനെ ആക്കിയിരിക്കണമെന്നുള്ള ഒരു ചിന്ത, അതെല്ലാം കൂടിയാണ് എൻ്റെ മനസ്സിൽ വന്നത്. എന്തായാലും രക്ഷപ്പെട്ടു. ഒരു വല്ലാത്ത രക്ഷപ്പെടലാണ് പെട്ടത്. അതിൻ്റെ ഉള്ളിൽ പെട്ട് മരിച്ചുപോയവർ മരിക്കാനേ പ്രയാസമാണ്. അത് വല്ലാത്തൊരു മരണമാണ് അവർക്ക് സംഭവിച്ചത്. ഈ റമദാൻ തന്നെ വീഡിയോ ഇടുമ്പോൾ അവരെ ഞാൻ എല്ലാവരും ഓർക്കുന്നു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരവസ്ഥ ഇനി വരാതിരിക്കട്ടെ എന്നുള്ളത് വല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം അപ്പോഴും ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പോഴും അതിൻ്റെ വീട് കിട്ടാനും വേണ്ടിയിട്ടുള്ളതൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളാ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നല്ലോ, നമ്മളെ ജീവൻ നമുക്ക് കിട്ടിയല്ലോ എന്നും കൂടി ചിന്തിക്കണം. കാരണം അങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് ഒരു ജീവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മിറാക്കിൾ തന്നെയാണ് സംഭവിച്ചത്. അത് വലിയൊരു അത്ഭുതമാണ് സംഭവിച്ചത്. അത്തരത്തിലുള്ള കാഴ്ചകളാണ് അവിടെ കാണാനുള്ളത്. എൻ്റെ മനസ്സ് ഒരു ദിവസം മൊത്തം ഡിസ്റ്റർബായിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, പാറക്കല്ലുകൾക്കിടയിലൊക്കെ ശരീരങ്ങളും പിന്നെ കഷ്ണങ്ങളും ഒക്കെ ഉണ്ടാവൂലേ, നമുക്ക് പരിചയമുള്ളവരുണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുക. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സ്. എന്തോ ഒരു ഡിസ്റ്റർബൻസ് തന്നെയായിരുന്നു ഇത് കണ്ടു വന്നപ്പോൾ. അപ്പോൾ നമുക്ക് ജീവൻ തിരിച്ചു കിട്ടിയവർക്ക് അനുഗ്രഹമാണ്. ആ ദുരന്തത്തിൽ നിന്ന് കഴിച്ചിലായി പോയവർ അത് മാത്രമേ ചിന്തിക്കാവൂ. കാരണം എന്താ അറിയോ, നമുക്കൊക്കെ രക്ഷപ്പെടുത്തിയിരിക്കണമെങ്കിൽ പഠിച്ചവൻ അതിനുള്ള മാർഗവും കാണിച്ചു തരും. അപ്പം നമ്മളിങ്ങനെ ഓടുമ്പോൾ നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന് ദുഃഖിക്കുമ്പോൾ നമുക്ക് ജീവൻ കിട്ടിയല്ലോ എന്നുള്ളത് ചിന്തിക്കാം. നമ്മൾ എങ്ങനെയാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നതെന്ന് ആലോചിക്കാം. ഞാനിതിന് മുൻപ് പോയിട്ടുണ്ടായിരുന്നത് നല്ലൊരു യാത്രയായിരുന്നു മുണ്ടക്കായിലേക്ക് നടത്തിയത്. കാരണം അവിടെ ഒരാവശ്യത്തിന് വേണ്ടി പോകേണ്ടി വന്നപ്പോൾ ഞാൻ പോയതാണ്. അന്ന് വളരെ ഭംഗിയിൽ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, റാട്ടപ്പാടിയും കാര്യമൊക്കെ. ആ റാട്ടപ്പാടിയും കാര്യമൊക്കെ ഇതിലുണ്ട്. പക്ഷേ ആ ഭംഗി കാണാനില്ല. ഒരു മൂകത, ഒരു ഭയാനകതയാണ് ഇപ്പോൾ അതിൽ കാണുന്നത്. അപ്പം അങ്ങനെ അവിടെ നല്ല എന്താ പറയുക, തുലാസൊക്കെ നിർമ്മിച്ചിരിക്കണം.